ഒരു 3 ചിക്കൻ ബിരിയാണി. ഒരു മിനിറ്റ്. 3 ചിക്കൻ ബിരിയാണി, ഒരു ചില്ലി ചിക്കനും. 3 ചിക്കൻ ബിരിയാണി, ഒരു ചില്ലി ചിക്കനും. മറ്റേ നേരത്തെ പറഞ്ഞ 15 എവിടെ? അത് റെഡിയാ. എവിടെ? ഇത് 3 കാണുള്ളൂ. അത് ആദ്യം പറഞ്ഞ 13 വേറെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വേറെ 3 അത് കാണിക്ക്. ആ 13 കാണിക്ക്. അതെവിടെ ഞാൻ പുറത്തോട്ട് അത് അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അവിടെ അങ്ങനെ അങ്ങോട്ട് ക്യാഷിലേക്ക് എടുക്കാം. പൊട്ടുമ്പോൾ ഇന്റെ അടുത്ത് നടക്കൂലേ? ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ 3 ഇവിടെ തിരിഞ്ഞു കളിക്കണത് ഒരു കാര്യം. 15 ഞാൻ നേരെ ഈ കസ്റ്റമേഴ്സ് വിളിക്കുമ്പോൾ ഞാൻ എന്താ പറയാന്ന്? നിങ്ങൾ എന്തായി പറയണത്? 2 കയ്യല്ലേ ഉള്ളൂ. യന്ത്രം പോലെ പണിയെടുക്കാൻ പറ്റുമോ നമുക്ക്? ഓ, അല്ലെങ്കിൽ നിങ്ങളാണ്ട് പണിയെടുത്ത് ആട് തിന്നണമാരി ഇങ്ങനെ തിന്നോളൂ. ഏത് നേരം കേട്ടോ, ഏത് നേരം ഇങ്ങനെ ചവച്ചോണ്ടിരിക്കണം. ഒരു പണിയെടുക്കരുത്. 18-ാം വയസ്സിൽ തുടങ്ങിയ നിങ്ങൾ ഈ ഹോട്ടലിൽ വന്ന് തിന്നായി. എന്താ ഒന്നും മിണ്ടാതെ? ഞാൻ തിന്നാലേ എന്റെ പണിയെടുക്കാൻ പറ്റുള്ളൂ. ആരോഗ്യം വേണ്ട. അതാ ഞാൻ പറഞ്ഞത്. പണിയെടുക്കണം. പണിയെടുത്തിട്ടാ തിന്നല്. ഇത് മാത്രമേ കാണുന്നുള്ളൂ. അനക്കെന്താ പണി ഇവിടെ? നീ പാതിരാത്രി പോലെ ഓർഡർ എടുത്തുകൊണ്ട് നിൽക്കല. നമുക്കൊരു റെസ്റ്റ് ഇല്ല. നമുക്ക് റെസ്റ്റ് വേണം. എനിക്ക് റെസ്റ്റ് വേണ്ടി ഒരു പണി. ഈ ഫുള്ള് റെസ്റ്റ് എടുത്തോ, വീട്ടിൽ പോയിക്കോ. ഞാൻ അവിടെ ബംഗാളികളെ വെച്ചോളാം. എന്തേ ബംഗാളികളുടെ കാര്യം പറയരുത്. പണയത്തെ പോലെ ഒന്നും ബംഗാളികളെ കിട്ടില്ല. 1000-600 രൂപയുടെ കൊടുക്കണം. സുഗത, ബംഗാളികളെ എങ്ങനെ കിട്ടണം എന്നൊക്കെ നമ്മൾ മൊയിലാളി തീരുമാനിക്കും. ഈ എന്റെ പണിയെടുത്താൽ മതി. ഉണ്ടെ പൊറോട്ട അടിക്കണം. പൊറോട്ട തീർന്നിക്കണം. ഇനി പൊറോട്ട അടിക്കണം. പിന്നെ പൊറോട്ട അടിക്കാൻ പിന്നെ എന്റെ പേരൊന്നും ഉപ്പ വരുമോ? അതിന് ഓർഡർ വന്നു. എന്റെ മൊയ്തൊക്കെ ഞാൻ 10-20 മുട്ട തൊലിച്ച് വെച്ച് പൂങ്ങിട്ടെല്ലാം റെഡിയാക്കിട്ടെല്ലാം വെച്ചു. അതൊന്നും എന്റെ പണിയാണല്ലോ. മുട്ടനെ തോല് വലിക്കല്. അതും ഈ അടിക്കണം. പൊറോട്ട അടിക്കലും ഈ അടിക്കണോ? ഒരു 2-3 പണിക്കാർ കൂടി വെക്കാം. 2-3 ആക്കണ്ടോ? ഒരു 10 ആളെ വെക്കാം. എന്തേ ഈ ഹോട്ടലിൽ ആളൊന്നും കാണുന്നില്ല. കച്ചവടമൊന്നുമില്ലേ? അപ്പൊ നിങ്ങൾ വിവരം അറിഞ്ഞില്ല? ഹോട്ടലിൽ ഇപ്പൊ ആള് കുറവല്ലേ? കംപ്ലീറ്റ് ഓൺലൈൻ വഴി സാധനം പോവല്ലേ? അതെങ്ങനെ? ഓൺലൈൻ വഴിന്ന് എനിക്ക് കിട്ടുമോ? പിന്നെ കിട്ടാണ്ട് നിങ്ങൾക്ക് അതിന് മറ്റേ മൊബൈൽ, ഇങ്ങനത്തെ മൊബൈൽ ഉണ്ടോ? ഇല്ല. അത് പോരാ. സ്മാർട്ട് ഫോൺ വേണം. ഇങ്ങനത്തെ മക്കളോടൊന്ന് മേടിച്ചു തരാൻ പറയും. എളുപ്പം. ഇപ്പൊ ഈ ബൈക്കാണ് ആൾക്കാർ മുഴുവൻ സാധനം ഓർഡർ ചെയ്യണത്. ഇതാ കണ്ടില്ലേ, കംപ്ലീറ്റ് പാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുപ്പിൽ തീ മൂട്ടേ വേണ്ട. ഹോട്ടലിലാണ് കുറവാ. കംപ്ലീറ്റ് വീട്ടിലേക്ക് സാധനം. പെണ്ണുങ്ങളൊക്കെ ഇതിന്റെ പിറകിലാപ്പോ. എല്ലാവർക്കും ഇതിന്റെ ജ്വരല്ലേ? ഇത് ദുനിയാവിലിപ്പോ നിങ്ങൾ മാത്രമേ ഓർഡർ ചെയ്യാത്ത ആളുണ്ടാവും. മക്കളോട് ഇങ്ങനത്തെ ഒരു മൊബൈൽ മേടിച്ചു തരാൻ പറയും. എന്താ വേണ്ടത്? ഒരു ചായ വേണം. രാഘവേട്ടൻ ഒരു ചായ കൊടുക്കണോ? ഒരു ചായ കൊടുക്കുക രാഘവേട്ടന്. 1.5 മണിക്കൂറാവും. അതിന്റെ ഈ ആസാമ് പോയിട്ട് തേയില പറിച്ചിട്ട് വന്നില്ല ചാണ്ടാക്കാൻ പോണ്. പച്ചവെള്ളത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അടുപ്പ് ഒഴിഞ്ഞിട്ടില്ല. ഇനി ആദ്യം വെള്ളം ചൂടായിട്ട് വേണം. അത് ഊജാലി വഴി പോയി. മൊയ്തൊക്കെ ജസ്റ്റ് മിസ്സായി. 3 ദിവസമായി മുങ്ങി കളിക്കുന്നത്. ഇനിയും ദിവസം ഉണ്ടല്ല. ഇതിൻ്റെ ഉള്ളിൽ നടക്കുവാൻ ബിരിയാണി ചിക്കൻ അല്ലേ? പണിയൊക്കെ മറ്റേ പാർസലൊക്കെ നോക്കി. ഇപ്പൊ പറഞ്ഞ 3 ബിരിയാണിയുടെ പാർസൽ കാര്യങ്ങളും നോക്കി. അതൊന്ന് എടുത്ത് വെക്കി സുമേഷേട്ടാ. എന്തെങ്കിലും പണി അടിക്കങ്ങള് പറയണൊക്കെ എങ്ങനെയോടല്ലേ? തീർന്നിട്ടില്ല. കളി അങ്ങോട്ട്. ഇങ്ങനത്തെ കവർ ഒരു കവറൊക്കെ ഞാൻ കൊണ്ടുതരാം. അവിടെ കൗണ്ടറിലുണ്ട്. അപ്പൊ നിന്ന് തിരിയാതെ തന്നെ ബാക്കിയുള്ള ഓർഡറൊക്കെ എടുത്ത് വെക്ക്. എന്തോ നോക്കിയേ എന്തൊക്കെയാണ്? ചിക്കൻ ഫ്രൈഡ് റൈസ് ഒരെണ്ണം, 65 ഒരെണ്ണം, ചിക്കൻ 65, പിന്നെ നൂഡിൽസ്. ഊബറിന് ഓർഡർ എടുത്ത് കൊടുക്ക്. ഊബറിന് ഓർഡർ എടുത്ത് കൊടുക്ക്. അത് പാർസൽ ചെയ്തിട്ടില്ല. എന്തീ പറയണേ? എന്താണ് ഈ ഞാൻ 15 മിനിറ്റ് മുന്നേ ഇവിടെ വന്ന് പറഞ്ഞതല്ലേ ഓർഡർ എടുത്ത് വെക്കാൻ? എന്താക്കി നിങ്ങൾ ഇത്ര നേരം? അല്ല, അപ്പോഴേക്കല്ലേ നമ്മള് മറ്റേ 13 ബിരിയാണിയുടെ വേറെ ഓർഡർ വന്നു. അത് മനുഷ്യനും അത് പെട്ടെന്ന് എടുക്കേ. സാധനം എടുക്കുമ്പോഴത്തെ ആളുകളുടെ മുമ്പിൽ നിന്നിട്ട് നാണം കടന്നു വരും. അല്ലേ, ഒരു 5 മിനിറ്റ് ഇപ്പൊ ശരിയാക്കി. നിങ്ങൾക്ക് 5 മിനിറ്റ് 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ആളുകളുടെ മേൽക്ക് ചെല്ലുന്നത് ഞങ്ങളാണ്. 5 മിനിറ്റിന് ഇതൊക്കെ ഇപ്പൊ ശരിയാക്കുന്നു പറഞ്ഞെങ്കിൽ ഞങ്ങളുടെ സർവീസിനാണ് മോശം തരാം. ഇത് മതി, ഞങ്ങൾ ശമ്പളം കുറയ്ക്കാനായിട്ട്. ഇപ്പൊ ഇവിടെ 2 ആൾക്കാർ ലീവായി പോയി. അതുകൊണ്ടാണ് ഇത് പറ്റുന്നത് ഓർഡർ എടുത്താൽ പറയുന്നത്. 100 പാഞ്ഞിട്ടാണ് ആളുകളുടെ ഈ സാധനം എത്തിച്ചു. സംഭവം എനിക്കറിയാം. എന്തൊരു കഷ്ടം ആലോചിച്ചോക്കെ. എന്താ അറിയോ, ഓർഡർ ഒരുപാട് വരുന്നുണ്ട്. ഹോട്ടലിൽ ആളില്ല. ഹോട്ടലിൽ എങ്ങനെ ആളുണ്ടാവും? എല്ലാ ആൾക്കാരും ഓർഡർ ചെയ്യില്ല. ഒരു സാധനം ഇപ്പൊ വെച്ചുണ്ടാക്കണല്ലോ. വീട്ടിലൊരു സാധനം വെക്കണില്ല. ഒക്കെ ഇങ്ങനെ ഓർഡർ ചെയ്യാണ് എല്ലാ വീട്ടിലും. അല്ല, നന്നായി നമുക്കൊരു ജോലിയല്ലോ. പക്ഷെ വേറൊരു കാര്യം കേട്ടാ, കമ്പനി ഇപ്പൊ ഇവിടെ വന്നിട്ട് സാധനങ്ങൾ ആളുകൾ മേടിക്കുന്നതിനേക്കാളും വില കുറവില്ല കമ്പനി ഇപ്പൊ കൊടുക്കുന്നത്. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോണ്ടല്ലോ ആളുകൾ ഇതൊക്കെ ഒന്ന് ശീലമായിട്ട് വന്ന് ഇതിലങ്ങോട്ട് അഡിക്റ്റ് ആവും. കമ്പനി ഒരു സാധനം വീട്ടിൽ വെക്കാത്ത സമയം വരുമ്പോ കമ്പനി റേറ്റ് ആക്കി. അന്ന് ഈ ആളുകളൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇതേമാതിരി ഓർഡർ ചെയ്തിട്ട് വാങ്ങും. ചോദിച്ച കാശ് കൊടുത്ത് സാധനം വാങ്ങും. ശീലാവും.
ഈ ഒരു ഭാഗത്ത് ചായ എടുക്കണം അതെ ഒന്നും വിട ഈ ഒരു സമാധാനം നൂഡിൽസ് എടുത്ത് നൂഡിൽസ് എടുക്കും ചില്ലി ചിക്കൻ ഇവിടെ വീണ്ടും വന്നോണ്ട് കേട്ടോ അവർ ഇതെടുക്കട്ടെ അതെടുക്കട്ടെ കാശ്ലിക്ക് നോക്കണം അപ്പൊ ഞാൻ എത്തിക്കാം അവിടെ എത്തിക്കാം കാശ്ലിക്ക് നോക്കണം അവിടെ എത്തിക്കാം അവിടെ പൊക്കോളാം അവിടെ എത്തിക്കാം കോക്കോള എടുത്തോ വരുമ്പോ ദാഹിക്കുന്നു ഇത് എവിടുന്ന് ചായ ഓർഡർ ചെയ്തത്? ചായ നമ്മൾ ആ സ്ഥിരം വാങ്ങിക്കുന്ന കടയിൽ നിന്ന് മതിയായിരുന്നല്ലോ. ഏട്ടാ അത് മസാല ടീ സ്പെഷ്യൽ എന്നൊക്കെ കണ്ടപ്പോ ഞാൻ ഓർഡർ ചെയ്തു പോയതാ. കൊള്ളൂലത്. ഏട്ടൻ എന്നപ്പോ ഏട്ടന് മാത്രം ഒന്ന് ഓർഡർ ചെയ്താ. അല്ല വേണ്ട, ഇനിയിപ്പോ ഇത് കുടിക്കാം. പിന്നെ രാത്രിക്ക് നമുക്ക് ഇന്ന് മസാല ദോശ മതി. ഓ സമാധാനം, ഇന്ന് നോണ് വേണ്ട. വേണ്ട. ആ ആരാ ആരാതെ ചേച്ചിന്ന് വിളിക്കുന്നു. ആരാ എന്താണ് വീടിന്റെ വാതിലൊക്കെ തുറന്നിട്ടിട്ട് രണ്ടാളും കൂടി ഇവിടെ എന്താണ് കള്ളന്മാര് കയറിയ പോലെ അറിയില്ലല്ലോ. ഹലോ ഹലോ. അല്ല എന്താ പതിവില്ലാതെ വഴിക്കൊക്കെ? പൂർണ്ണത്രേശന്റെ അമ്പലത്തില് ഒരു വഴിപാടുണ്ടായിരുന്നു. ഓ അപ്പൊ അതങ്ങോട്ട് കഴിപ്പിച്ചിട്ട് അവിടെ വരെ വരുമ്പോ പിന്നെ ഇവിടെ വരാണ്ട് പോണ ശരിയല്ലല്ലോ. മാത്രമല്ല കുറെ നാളായിട്ട് ആലോചിക്കണം ഇങ്ങോട്ട് വരണമെന്ന്. പക്ഷെ ഇവക്ക് ഇപ്പൊ ഭയങ്കര തിരക്ക്. ടീച്ചറാണ് എന്റെ മണ്ടു വെച്ചി ചേട്ടൻ എപ്പോഴും തുള്ളലും കളിയായിട്ട് നടക്കുകയാണേ. എന്നിട്ട് എന്റെ മേത്തേക്ക് കുഴപ്പം പറയാ. അല്ല നിന്റെ ഈ തുള്ളികളി ഇപ്പോഴും നിർത്തിയിട്ടില്ല. സത്യേട്ടാ ഓട്ടം തുള്ളലും കഥകളി സീസൺ അല്ലേ? അതെ അതന്നെ ഞാൻ ഉദ്ദേശിച്ചത്. അല്ല എന്നാലും എത്ര കാലായി ഇങ്ങോട്ട് വന്നിട്ട്. എന്റെ മണ്ടു വെച്ച് ചേച്ചിയുടെ കൈയൊടിഞ്ഞ സമയം തൊട്ട് ഞാൻ പറയാൻ തുടങ്ങിയതാണ് ചേട്ടനോട് വരാൻ. ചേട്ടൻ എന്നും തിരക്കല്ലേ. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ മാസം കുറെ ആയി. അല്ല ഏതാ പൊട്ടിയ കൈ? ഇതാണ് പൊട്ടിയ കുഴപ്പമില്ലല്ലേ? അല്ല അപ്പച്ചി എന്താ പറയണു? അപ്പച്ചി സുഖമായിട്ടിരിക്കണു. പക്ഷെ വൈകിട്ടാവുമ്പോ അപ്പച്ചിക്ക് എന്നും വയ്യായ വരും. എന്നിട്ട് എന്നോട് കൈ തിരുമ്പ് കാല് തിരുമ്പ് തന്നെ. എനിക്കാണെങ്കിൽ പണിയെടുത്ത് വയ്യാണ്ടായി ചേട്ടാ. അതെ ഇപ്പൊ വൈകുന്നേരം ആയി കഴിഞ്ഞ ഒന്ന് കാല് തിരുമ്പി ഇവിടെ ഒന്നും സംഭവിക്കാനൊന്നും പോണില്ല. ഇനി അതിന്റെ വഴക്ക് വേണ്ട. അല്ലേ ചി ഇത് നമ്മുടെ പണ്ടത്തെ അടുക്കളയായിരുന്നില്ലേ? ഇപ്പൊ അടുക്കള പുറത്തേക്ക് എടുത്താ? അടുക്കള പണ്ടത്തെ അടുക്കള തന്നെ. ഇവിടുത്തെ സാധനമൊക്കെ ഞങ്ങൾ ആക്രിക്കാരന് കൊടുത്തു. അപ്പൊ നിങ്ങൾ വേവിക്കലും കഴിക്കലൊന്നുമില്ലേ? പറഞ്ഞോ അതെ ഇപ്പൊ ഞങ്ങള് ഊബറിൽ ഓർഡർ ചെയ്യാ. ഊബറോ? അതാരാണ്? അതാരുമല്ല, അത് നമ്മുടെ മൊബൈലിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് എന്ത് ഭക്ഷണമാണ് വേണ്ടത് വെച്ചാൽ അതിനകത്ത് ഓർഡർ ചെയ്യാം. അപ്പൊ നമ്മുടെ വാതിലിന്റെ ഉമ്മറത്ത് അവിടെ കൊണ്ടുതരും. ഊബറിന്റെ ആളുകള്. അപ്പൊ നമ്മള് ഹോട്ടലിൽ പോണ്ട. എന്തിനു വേണം? നിങ്ങളും കൊണ്ടുവരൂല്ലേ? നമ്മളൊന്നും ചെയ്യണ്ട, വെറുതെ ഓർഡർ ചെയ്യാ, ഇവിടെ ഇരിക്കുക. അത് പിന്നെ ഞങ്ങൾക്ക് ശീലമായപ്പോ ഞാൻ വിചാരിച്ചു ഈ അടുക്കളയിൽ ഇത്രയും സാധനം എല്ലാം എടുത്ത് വിറ്റ്. അതുകൊണ്ടെന്താ എനിക്ക് ഡൈനിങ് ടേബിൾ ഇടാൻ ഒരു മുറി വലിയത് കിട്ടിയില്ലേ? അപ്പൊ വീട്ടിൽ ഒരു പണി എടുക്കണ്ടേ ചേച്ചി? എന്തിന് ചേട്ടാ ഇത് കൊള്ളാലോ, നമുക്ക് ഇത് ഓർഡർ ചെയ്താലോ? അത് നമുക്ക് കൊള്ളില്ല, അവർക്കേ കൊള്ളാവൂ കേട്ടോ. അത് നിങ്ങളുടെ അവിടെ കിട്ടാൻ സാധ്യതയില്ല, അത് നാട്ടുമ്പുറം അല്ലേ. ഇതിപ്പോ ഈ ടൗൺ ബേസ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളെ ഇപ്പോഴുള്ളൂ. എന്തായാലും അത് സമാധാനമായി. എന്താ പിന്നെ ഏട്ടാ നമുക്ക് ടൗണിക്ക് മാറാന്നേ? അത് വേണ്ടെന്നേ, പണിയൊന്നും എടുക്കാണ്ടിരിക്കാനല്ലേ. നമുക്ക് ഇങ്ങോട്ട് മാറാം. ഏയ് അതൊന്നും ശരിയാവില്ല മോളെ. അപ്പൊ കണ്ണൻ ചേട്ടൻ്റെ ഒപ്പം എനിക്ക് കളിക്കാലോ. പക്ഷേ വേറെ കാര്യമുണ്ട്, അമ്മൂമ്മ അവിടെ ഒറ്റയ്ക്കായി പോവും. അമ്മൂമ്മേനെ നമുക്കേ ഊബറിൽ ഓർഡർ ചെയ്യാം. എന്തിന്? അപ്പൊ ഊബർ അമ്മൂമ്മേനെ ഇങ്ങോട്ട് കൊണ്ടുവരുമല്ലോ. മറിമായം